ഒരു മനുഷ്യനെ, ഈ സമുദായത്തിന്റെ ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകൂല. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കൈഫ തുഹ്ലകുൽ ഉമ്മ, ഈ സമുദായം എങ്ങനെ നശിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കാരണം അന അവ്വലുഹാ, അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അതിന്റെ ഒന്നാമൻ ഞാനും, വൽ മഹ്ദി വസ്തുഹാ, ഇമാം മഹ്ദി അതിന്റെ ഇടയ്ക്ക് വരുന്നയാളും, വൽ മസീഹു ആഖിറുഹാ, അവസാനം റൂഹുല്ലാഹി ഈസാ നബി അതിന്റെ സമാപ്തി കുറിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ഉമ്മത്ത് എങ്ങനെ നശിക്കാനാ? ഈ ഉമ്മത്ത് നശിക്കൂല. ഈ ഉമ്മത്ത് ഒരിക്കലും പരാജയപ്പെടൂല. ഫലസ്തീനിൽ പാവപ്പെട്ട പൊന്നുമക്കൾ ചതച്ചരയ്ക്കപ്പെട്ടിട്ടുണ്ട്. കഠിനമായ പീഡനങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ചെറിയ വാഹനങ്ങളിൽ ഇസ്രയേലിന്റെ നായ്ക്കൾ കടത്തിവിടുന്ന ഏതെങ്കിലും ട്രക്കുകളിൽ കഴിക്കാനുള്ള ചെറിയ പത്തിരിയും റൊട്ടിയുമായിട്ട് വരുന്ന ഏതെങ്കിലും വാഹനങ്ങൾ, ആ വാഹനങ്ങൾ തങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ ആഴ്ചകളായി പട്ടിണി കിടക്കുന്ന പലസ്തീന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അവിടെ കൈയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് വാഹനത്തിന്റെ ഗ്ലാസ്സിൽ അടിച്ചിട്ട് നിലത്ത് വീഴുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓടിച്ചെന്നെടുക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്ന സമയത്ത് കയറി ഭക്ഷണം എടുത്തിട്ട് കുഞ്ഞിനെ ഒരു കയ്യിലും എടുത്തിട്ട് പോയിട്ട് വാരി വലിച്ച് തിന്നുന്ന പാവപ്പെട്ട പട്ടിണി പേക്കോലങ്ങളായി പലസ്തീന്റെ മക്കൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തോ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം കൊടുക്കുന്ന ഇസ്രയേൽ നരാധമന്മാർ അവര് നല്ല നിലയിൽ സുഭിക്ഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും. ഇവിടെ കഠിനമായ രോഗം. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അവറുകൾ ഏറ്റവും, ഞാന് ഉസ്താദിനെ എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുന KP ഉസ്താദ് വഫാത്താകുന്നതിന് ഒരു 1.5 ആഴ്ച മുമ്പ് ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. വിസിറ്റേഴ്സിന് അലോഡല്ലാത്ത നിലയിൽ ICUവിന് സമാനമായി ഒരു റൂമിനകത്ത് പ്രിയപ്പെട്ട മഅദനി ഉസ്താദ് അവറുകൾ കഠിനമായ വേദന സഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ, ഒറ്റപ്പെട്ട്. കാരണം എന്താ? ധീരമായി ഭരണാധികാരികളുടെ അക്രമകാരികളുടെ മുമ്പിൽ ചെറുവിരൽ ചൂണ്ടി സംസാരിച്ചിരുന്ന മഅദനി ഉസ്താദിന്റെ കൈ നന്നായിട്ട് ഉയരുന്നില്ല. ഇടറാതെ പതറാതെ 10,000-കണക്കിന് ആളുകളോട് മണിക്കൂറുകളോളം ധീരമായി ഈ സമുദായത്തിന് വേണ്ടി പ്രസംഗിച്ച അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ നാവുകൾ കുഴയുന്നു, സ്ട്രോക്ക് ബാധിച്ചിട്ട്. ശത്രുക്കളുടെ ബോംബേറ് കൊണ്ട് മുറിക്കപ്പെട്ട കാലിൽ പഴുപ്പ് ബാധിച്ചിട്ട് ആ ഭാഗത്ത് തുണി പിടിച്ചിടാൻ കഴിയാത്ത രീതിയിൽ കഠിനമായ വേദന സഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ മഅദനി ഉസ്താദ് പരാജയപ്പെട്ടു പോയി എന്ന്? ഇല്ല. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ തന്നെ നവമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്ന കഠിനമായ മനുഷ്യത്വരഹിതമായ ഹീനമായ പീഡനങ്ങളെ തൻ്റെ വാഗ്ധോരണി കൊണ്ട് ശക്തമായ ഭാഷയിൽ ഈ സമൂഹത്തെ മുഴുവനും ഓർമ്മപ്പെടുത്തി. അതൊക്കെ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ കണ്ടിട്ട് സമൂഹം ബോധവാന്മാരായപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കാൻ അല്ലാഹു തആല ബാക്കി വെച്ചു അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വേറെ ഒരാഗ്രഹങ്ങളും ഇനി ഉസ്താദിനില്ല. ദീനിന്റെ ഖിദ്മത്തും സ്വലാത്തുകൾ ചൊല്ലിപ്പിക്കാനുള്ള ആ ഒരു താല്പര്യവുമായിട്ട് അൻവാറിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ദീനി ഖിദ്മത്തുമായി കഴിയണമെന്ന ആഗ്രഹം. കാരണം പറയേണ്ടതൊക്കെ പറഞ്ഞു, പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞു, പറയേണ്ട ഘട്ടങ്ങളിൽ പറഞ്ഞു. അതെല്ലാം കൃത്യമായി അതെല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഫലസ്തീനികൾ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഭീകരവാദത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും അടിച്ചമർത്തപ്പെടുമ്പോഴും എന്തിനേറെ ലീഗൽ പരമായിട്ട് നമുക്ക് ഇന്ത്യ രാജ്യത്ത് പൗരത്വം നിങ്ങൾക്കില്ല എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പടിയാണ് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല എന്ന് വരുത്തി തീർക്കൽ. അതിനാണ് SIR കൊണ്ടുവന്നത്. ആ നിലയിൽ
ഒരു സമൂഹത്തെ മുഴുവൻ ഇപ്പോഴും നമ്മൾ പറയാ, ഓ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമല്ലേ, അങ്ങനെ സന്തോഷപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ പലരും. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോഴും അല്ലാഹു തആല തന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി. വാപ്പായ വേറെ റൂമിനകത്താക്കി, ഉമ്മായ വേറെ റൂമിൽ കൊണ്ടുവന്നാക്കി, പ്രായമുള്ള വാപ്പ കാജാ ബീഡിയൊക്കെ വലിച്ചിട്ട് പുക വിടുമ്പോ നിന്റെ മനോഹരമായ വീട്ടിൽ ആ പുക ചുരുളുകൾ ഇങ്ങനെ നടക്കുമ്പോ നിനക്കൊരു അസ്വസ്ഥത. ഇതേപോലെ ബീഡി വലിച്ചിട്ട് തന്നെ നിന്നെ വളർത്തിയത്. നിന്റെ ഉമ്മ മുറുക്കിയിട്ട് മുറുക്കാൻ തുപ്പൽ നിന്റെ വീടിന്റെ കോലായിൽ തുപ്പി വെക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയ നാണം കെട്ട മോനെ, ആ മകന് ഇതേ മുറുക്കി തുപ്പിക്കൊണ്ടാണ് തലയിൽ കല്ല് ചുമന്നിട്ട് നിന്നെ വളർത്തിയത്. ഇപ്പൊ നീയും നിന്റെ പെണ്ടാട്ടിയും തട്ടാനുമായി സ്വസ്ഥമായിട്ട് ഇങ്ങനെ കഴിയാ. നിന്റെ ഉമ്മ വേണ്ട, വാപ്പ വേണ്ട. അള്ളാഹു പണി തന്നു. എന്ത് പണിയാ? ഇപ്പൊ ഓരോരുത്തരും ഉമ്മാടെ വാപ്പാടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. വാപ്പാടെ വാപ്പാടെ പേരെന്താ വാപ്പ, ഉമ്മയുടെ പേരെന്താ ഉമ്മ, ഉമ്മയുടെ കുടുംബത്തിന്റെ പേരെന്താ. 2022 അഥവാ ഈ 2002 2002 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരിലേക്ക് മാച്ച് ചെയ്തിട്ട് വേണം നിന്റെ പേരും ഉറപ്പാക്കിയിട്ട് ഇവിടെ കഴിയാനെന്നുള്ള നിന്റെ ചിന്ത. അള്ളാഹു തന്ന പരീക്ഷണമല്ലേ. ദാ തൊടുപുഴയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നസീർ സാഹിബ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ നല്ല പ്രായമുള്ള സ്ത്രീയാണ്. ആ ഉമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ICUവിലേക്ക് കയറ്റുമ്പോൾ കരഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. കരഞ്ഞിട്ട്. പ്രായം എത്ര ചെന്നു, പക്ഷെ ആ ഉമ്മാക്ക് രോഗമാണെന്ന് കണ്ടപ്പോ ആ മോന്റെ ചങ്ക് പൊട്ടി. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. സഹോദരങ്ങളെ, ആർക്കാ വേദനിക്കാത്തത്? വേദനിക്കാത്ത ഒറ്റ കൗമേ ഉള്ളൂ, ഈ ആരിഫ് ഹുസൈനെ പോലുള്ള എക്സ് മുസ്ലിം എന്ന യമുക്കൽക്ക് അല്ലേ. ഇവനൊന്നും വേദനിക്കൂല. ഉമ്മ മരിച്ചപ്പോ ഹൂറന്മാരില്ലാത്ത സ്വർഗത്തിലേക്ക് ജിഹാദിയായ എൻ്റെ ഉമ്മ യാത്രയായി എന്ന് എഴുതുന്ന ഏറ്റവും കുരുത്തം കെട്ട മോനായി ആരിഫ് ഹുസൈൻ മാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം അങ്ങ് വിട്ടേക്കാം. ഞാൻ പറയുന്നത് മനുഷ്യന്റെ കാര്യമാണ്. മനുഷ്യർക്ക് സങ്കടമാ പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കട്ടെ, ചിലര് പറയുമല്ലോ ഞാൻ ഒറിജിനൽ മുസ്ലിമാണെന്ന്. അവർക്ക് ദേശീയ മുസ്ലിം പട്ടം കിട്ടിയേക്കാം. പക്ഷേ അവര് നാക്കെടുത്താല് നാഴികയ്ക്ക് 40 വട്ടം ലോകത്തിന്റെ നായകനെ പറ്റി തെറിവിളിക്കലല്ലേ ജോലി. നിങ്ങൾക്കറിയില്ല പിതാക്കന്മാരെ, പുതിയ ലോകത്തിന്റെ സംവിധാനങ്ങളിലൂടെ അള്ളാന്റെ മുത്തുനബിയെ ചീത്ത പറയുന്ന കുറെ കോമരങ്ങളുണ്ട്. അവർക്ക് പേജുകളുണ്ട്, സ്റ്റേജുകളുണ്ട്, വേദികളുണ്ട്. അവർക്ക് ഒരുപാട് പിന്തുണകളുണ്ട്, ഷെയർ കിട്ടുന്നുണ്ട്, കമന്റ് കിട്ടുന്നുണ്ട്. കുനിഞ്ഞ് നിവർന്നിട്ട് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ അള്ളാന്റെ മുത്തിനെ തെറി വിളിച്ചിട്ട് നെതർലാൻഡിന്റെ അടച്ചിട്ട കണ്ണാടി ചില്ലിനകത്തിരുന്ന് പുന്നാര നബിതങ്ങളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ തള്ളി പറയുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലുള്ള ഒരുപാട് പേര് ആരോഗ്യമുണ്ടായിട്ടും റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചിട്ട് കിട്ടുന്ന കമന്റിലൂടെ, ഷെയറിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന പണം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഗതികേട്. എടോ, ഇങ്ങനെയുള്ള കുറെ എണ്ണം ഈ ലോകത്തിന്ന് ഭാരമായി കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവരുടെ വാക്കസറത്തുകൾ വല്ലാത്ത വൈഭവമാണ്. വാഗ്വൈഭവങ്ങളും വാക്കസർട്ടുകളും വാഗ്ധാരണികളും വാക്ചാതുരിയുമെല്ലാം അങ്ങേ അത്ഭുതപ്പെടുത്തും നബിയേ. പക്ഷെ വഹുവാലദ്ദുൽ ഹിസാം, അവര് ബദ്ധവൈരികളാണ്. നമ്മുടെയൊക്കെ വേദികളിൽ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി വാതോരാതെ പ്രസംഗിക്കുന്ന പലരും അവരുടെ സങ്കേതങ്ങളിലും ഇടങ്ങളിലും പോകുമ്പോ നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ ജനാധിപത്യവും മതേതരത്വം തെളിയിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. വേണ്ടെന്നല്ല പറയുന്നത്, വേണം. നമ്മളല്ലേ ലോകത്തെ ഏറ്റവും വലിയ മതേതര വിശ്വാസികൾ. മതവിശ്വാസികൾക്കൊപ്പം തന്നെ മതേതര വിശ്വാസികളായ നമ്മൾ വലത് കൈയിലെ ഖുർആനിനെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇടത് കൈയിലിരിക്കുന്ന ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെ വലനെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ഇന്ത്യൻ മുസൽമാനോളം മതേതരത്വം തെളിയിക്കാൻ ലോകത്താർക്കാ കഴിയുക? ദൈവബന്ധിനെ പോലുള്ള ഇസ്ലാമിക കലാലയത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മെഹ്റാബിന്റെയും മിമ്പറിന്റെയും മഹത്വം പഠിപ്പിച്ചു കൊടുക്കാതെ അവിടെ ഇരുന്നിട്ട് ബ്രിട്ടീഷ് നായ്ക്കൾക്കെതിരെ പോരാടാൻ പഠിപ്പിച്ചു കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യയുടെ മുസൽമാൻ. ആ പാരമ്പര്യം അവകാശപ്പെടാൻ ഈ ലോകത്ത്, ഈ രാജ്യത്ത് വേറെ ഏവനാ കഴിയുക?
ഒരമ്മയോ ഒരു ഉമ്മയെ പ്രസവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരാളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രീതിയിൽ ലോകത്ത് ഈ രാജ്യത്ത് ഏറ്റവും വലിയ മതേതരത്വം പറയാൻ അവകാശമുള്ളത് നമുക്കാണ്. ഇന്ത്യയിലെ മുസൽമാന അല്ലാന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വ വിശ്വാസികളല്ല, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളല്ല, ഇവിടുത്തെ വർഗീയ സവർഗ സവർണ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികളാണ്. അല്ലാതെ ആരും പറയുന്നില്ല നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരന്മാരെന്ന്. പറയുന്നത് ഈ പറയപ്പെട്ട കൂട്ടരാണ്. മതേതര വിശ്വാസികൾ പറയൂല, ജനാധിപത്യ വിശ്വാസികൾ പറയൂല, ഹൈന്ദവ വിശ്വാസികൾ പറയൂല, ഒറിജിനൽ ക്രൈസ്തവർ പറയൂല, കാസ പറയും, ജൂതന്മാർ പറയൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രയും മതേതരത്വം തെളിയിച്ചവരാണ്. നമ്മുടെ പൂർവികരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനുഭവിച്ച പീഡനങ്ങളും സഹിച്ച യാതനകളും ലോകത്ത് ഇന്ന് വരെ ഒരു പൊന്നുമോനും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കുകയുമില്ല. ഇപ്പോഴും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പോലും നന്നായിട്ട് ഒന്ന് ഒരു കച്ചവടം നടത്താൻ കഴിയാതെ ആകെയുള്ളൊരു തുരുത്ത് കേരളമാണ്. ആകെയുള്ളൊരു തുരുത്ത് സമാധാനം ഇതുവരെയും ഉള്ളത് പല ഭാഗങ്ങളിലും നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഈ കേരളം ഒരു പരിധിവരെ ഒരു തുരുത്തായിരുന്നു. അതിനെയും ഇങ്ങനെ ക്യാൻസർ കാർന്ന് തിന്നുകൊണ്ടിരിക്കാൻ പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോഴും നമ്മൾ മതേതരത്വം കാണിക്കാൻ വേണ്ടി മിഹ്റാബിനകത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക, മിമ്പറിനകത്ത് ഓണത്തിന് സദ്യ വിളമ്പുക, എന്നിട്ട് നമ്മൾ പറയാണ് നമ്മളാണ് മതേതരത്വ വിശ്വാസികൾ. പോയി പണി നോക്കടാ. മതേതരത്വ വിശ്വാസം എന്ന് പറഞ്ഞാല് മെഹ്റാബിനകത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കലല്ലടോ. മിമ്പറിനകത്ത് കൊണ്ടുവന്നിട്ട് പായസം വിളമ്പലല്ല. മറ്റൊരു മതവിശ്വാസിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും റെസ്പെക്ട് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു സാമാന്യമായ ഒരു മനസ്ഥിതിയാണ് മതേതരത്വം എന്ന് പറയുന്നത്. പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോൾ അത് മുസ്ലിമിൻ്റെ ബാങ്കാണ് എന്ന ബഹുമാനത്തോടെ മുണ്ട് മടക്കി കുത്തിയത് അഴിച്ചിടുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും അവരുടെ ആരാധനകൾ, അവരുടെ അർച്ചനകളോ അവരുടെ ഏതെങ്കിലും ഓംകാര പ്രാർത്ഥനകളോ കേൾക്കുമ്പോൾ അത് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ബഹുമാനമർഹിക്കുന്നതാണെന്ന് ചിന്തിച്ചിട്ട് നിന്റെ നാവടക്കി വെക്കലാണ് മതേതരത്വം എന്ന് പറയുന്നത്. ചർച്ചിൽ നിന്ന് സൺഡേ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലും മണിനാഥം അവരുടെ മണിമുടക്കിയിട്ട് അവരുടെ കുർബാന പാടുമ്പോൾ അതൊരു സത്യവിശ്വാസിയായ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയായ മനുഷ്യൻ്റെ ആരാധനയുടെ വിശുദ്ധിയാണ് ആ പള്ളി നടക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകലാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ജുമയ്ക്ക് നീയും വാളിയ, നിന്റെ ക്ഷേത്രത്തിലെ പിന്നെ വെടിക്കെട്ടിന് ഞാനും വരാം, അടുത്ത ചർച്ചിലെ പരിപാടിക്ക് നമുക്ക് രണ്ടൊരു കൂടെ ഒരുമിച്ച് പോകാം എന്ന് പറയുന്നതല്ല മതേതരത്വം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ്. തെളിയിച്ച് എവിടം വരെ എത്തി? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറയുന്നത് പലർക്കും വേദനയുണ്ടാക്കുന്നതാണെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടുള്ള കസർത്തല്ല. നമ്മുടെ വേദികളിൽ വന്നിട്ട് എത്രയോ ആളുകൾ പറയാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, സഹിഷ്ണുതയുടെ പ്രവാചകനാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്, ആർദ്രതയുടെ പ്രവാചകനാണ് എന്നൊക്കെ പറയും. നേരെ മറിച്ച് ഇവർ ചില സ്ഥലങ്ങളിൽ പോയാൽ പറയുന്നത് ഇവരോടൊന്നും കൂടാൻ പറ്റൂല, മുഹമ്മദ് കാണുന്നിടത്ത് വെച്ച് മുശ്രിക്കീങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിച്ച ആളാന്നാ. ഇത് നമ്മളറിയുന്നില്ല. നമ്മൾ ഈ കേട്ട മാത്രയിൽ ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറയുന്നു ഇയാളെപ്പോലെ കണ്ണിലുണ്ണിയായ ഒരാൾ ലോകത്ത് വേറെയില്ല എന്ന് പറയുന്നു. നമ്മൾ അപ്പോഴും കണ്ണിലെ ഉണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവരെന്താ ചെയ്തതെന്ന് നമ്മൾ അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കസർത്തുകൾ കൊണ്ട് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നവർ അള്ള പറഞ്ഞ പേര് അലദ്ദുൽ ഹിസാം, ബദ്ധവൈരികൾ. അവർ നാശകാരികളാണ്. നമ്മൾ കഠിനമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഭീകരവാദത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും അടിച്ചമർത്തപ്പെടുമ്പോഴും ഒരു മനുഷ്യനെ, ഈ സമുദായത്തിന്റെ ഒരു മനുഷ്യനും ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകൂല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കൈഫ തുഹ്ലകുൽ ഉമ്മാ, എന്റെ സമുദായം എങ്ങനെ നശിക്കുമെന്നാണ്. കാരണം അന അവ്വലുഹാ, ആദ്യത്തെ ആള് ഞാനാണ്. വൽ മഹ്ദി വസ്തുഹാ, മഹ്ദി ഇമാം അതിന്റെ മധ്യത്തിൽ വരുന്നുണ്ട്.
വൽ മസീഹു ആഖിറുഹാ. അവസാന കാലത്ത് ഈസാ മസീഹ് വരുന്നുണ്ട്. പിന്നെ ഈ സമുദായം എങ്ങനെ നശിക്കാനാ? നശിക്കൂല പെങ്ങളെ, നശിപ്പിക്കാൻ ലോകത്തൊരു പൊന്നുമോന് കഴിയൂല. പക്ഷേ നമ്മളെ തിരിച്ചറിയണം. ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ പൗരത്വം നൽകിയിട്ട്, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ ഔന്നത്യം നൽകിയിട്ട് ഒരു കിബില മാറ്റത്തിലൂടെ നമ്മളാണ് നേതാക്കന്മാരെന്ന് അള്ളാഹു തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മളാണ് താരമെന്ന് അള്ളാഹു ലോകത്തുള്ള കോടിക്കണക്കിന് സൃഷ്ടികളുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും സാക്ഷികളാക്കി അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള സർവ്വജനങ്ങളുടെ മുമ്പിലും നമ്മളാണ് താരമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ പറയുന്ന പ്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആരാണ് നമ്മൾ? ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു നേതൃത്വം തന്നിരിക്കുകയാണ്. ഈ ദുനിയാവിൽ നമുക്കാണ് നേതൃത്വം, നമുക്കാണ് ഔന്നത്യം, നമുക്കാണ് അന്തസ്, നമുക്കാണ് ആഭിജാത്യം, നമുക്കാണ് ഔന്നത്യവും ഏറ്റവും ഉന്നതമായ അവസ്ഥയും അല്ലാഹു നമുക്കാണ് തന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നീണ്ട 17 മാസക്കാലം മസ്ജിദുൽ നബവിയിൽ പോയ, മദീനത്തുൻ നബവിയിൽ പോയ മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ് എന്ന നമ്മുടെ ഒന്നാം ഖിബിലയിലേക്കായിരുന്നു. ഇന്ന് ജൂതന്മാരുടെ കൈകളിൽ അമ്മാനമാടുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിലാണ് എന്റെയും നിങ്ങളുടെയും നെഞ്ച് തിരിച്ചു വെച്ച് നമസ്കരിച്ചത് നമ്മുടെ പൂർവികർ. നീണ്ട 17 മാസക്കാലം, 1 വർഷവും 5 മാസവും ഏകദേശം 1.5 വർഷത്തോളം മഹാന്മാരായ സ്വഹാബത്തും നബിയും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ച് തിരിച്ചു വെച്ച് നമസ്കരിച്ചപ്പോൾ ആ നമസ്കാരത്തിന്റെ ഖിബിലയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാചകരെ മസ്ജിദുൽ ഖിബിലത്തൈനി എന്ന പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നെഞ്ചിനെ നേരെ വിപരീതമായി, നേരെ ഓപ്പോസിറ്റായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരത്തിൽ വെച്ച് അല്ലാഹു തിരിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ആ ഖിബില മാറ്റമുണ്ടായി. എങ്ങോട്ടാണ് ഖിബിലയുടെ മാറ്റമുണ്ടായത്? ബൈത്തുൽ മുഖദ്ദസ് എന്നാൽ മസ്ജിദുൽ അഖ്സ എന്നാൽ പ്രിയപ്പെട്ടവരെ ബനൂ ഇസ്രായേലി പ്രവാചകന്മാരുടെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന പൂർവീക പ്രവാചകന്മാരുടെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന പ്രിയപ്പെട്ട പ്രവാചകരെയും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരെയും അല്ലാഹുവിന്റെ കൽപ്പന വന്നു, കഅബാലയത്തിലേക്ക് തിരിക്കുക. ഇന്ന അവ്വല ബൈത്തിന വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ കരിമ്പടം പുറച്ച കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിച്ച കഅബാലയത്തിന്റെ പരിശുദ്ധമായ ആ കരിങ്കൽ ഭിത്തിയോട് പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകനോട് കൽപ്പന ഉണ്ടായി തിരിഞ്ഞ് നമസ്കരിക്കാൻ. ആ നമസ്കാരം നിർവഹിച്ചതോടുകൂടി അവിടെയുള്ള ഒരു ജൂതൻ ഓടി വന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് ഖുബായിലെ ഇമാമാണ്. മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നിട്ട് ഒരു മുനാഫിഖായ, ഒരു ജൂതനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ആ മുനാഫിഖ് ജൂതൻ അയാൾ വന്നിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ വാക്ക്, മാ തറക മുഹമ്മദുൻ ഖിബലതനാ ഇല്ലാ ഹസദാ വ ഇന്ന ഖിബലതനാ ഖിബലത്തുൽ അംബിയാ. ഞങ്ങളുടെ ഖിബില അംബിയാക്കളുടെ ഖിബിലയാണ്, ഞങ്ങളുടെ ഖിബില അംബിയാക്കളുടെ ഖിബിലയാണ്. പക്ഷേ മുഹമ്മദ് ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നാളിതുവരെ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ആരാധനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രമാക്കിയിരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. ഇതാ മുഹമ്മദ് അസൂയ കാരണമായി, നമ്മളോടുള്ള അസൂയ കാരണമായി അദ്ദേഹം തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബാലയത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിലേക്കാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കുന്നത്. സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കുകയാണ്. വിവരം കെട്ടവർ, സയഖൂലു സുഫഹാ, വിഡ്ഢികൾ, വിവരം കെട്ടവർ, ഒരിക്കലും വിവരമില്ലാത്തവർ, എന്താണെന്ന് പോലും അറിയാത്തവർ, ദീനിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പുലബന്ധമില്ലാത്തവർ, അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്
മാ വല്ലാഹും മൻ ഖിബിലതിഹിം അല്ലതി കാനൂ അലൈഹാ. ഖിബില മാറ്റത്തെ സംബന്ധിച്ച് അവർ പലതും പറയുകയാണ് നബിയെ. എന്നാ പറഞ്ഞു കൊടുത്തേക്ക് ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കൻ ചക്രവാളത്തിന്റെ അരുണന്റെ കിരണവും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അരുണന്റെ അസ്തമയവും ഇതെല്ലാം അള്ളാഹുവിന് സ്വന്തമാണ്. ഇത് പടച്ചവനുള്ളതാണ്. അവൻ ഇച്ഛിക്കുന്നവരെ നേരായ പാതയിലേക്ക് ഋജുമാനസരായി തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്ത് ഉമ്മത്ത് മുഹമ്മദിന് ആധിപത്യം തരാൻ വേണ്ടിയിട്ട് അള്ളാഹു തീരുമാനിച്ചു. ആ ആധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് സൂറത്തുൽ ബഖറയിലെ 142-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ പറഞ്ഞത്. ബനൂ ഇസ്രയേലിൽ നിന്ന് ഈ ലോകത്തിന്റെ ആധിപത്യം അള്ളാഹു താല വാങ്ങി മക്കക്കാരായ അഥവാ ഉമ്മത്ത് മുഹമ്മദിന്റെ കയ്യിലേക്ക് അള്ളാഹു താല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ദുനിയാവിൽ നമ്മൾ ഒരിക്കലും സഹോദരങ്ങളെ പരാജയപ്പെടൂല, ഒരിക്കലും പരാജയപ്പെടൂല. പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അൻസുമുൽ അഅ്ലഊൻ. നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട് മേത്തന്മാരെന്ന് വിളിക്കാറുണ്ട് മുസ്ലിമീങ്ങളെ പറ്റിയിട്ട്. ഇവിടെ വിളിക്കുമെന്ന് എനിക്കറിയില്ല, അല്ലേ? വിളിക്കോ? ചെറുതായിട്ടൊക്കെ വിളിക്കും, പക്ഷേ പൊതുവെ വിളിക്കുന്നത് മേത്തന്മാരെന്ന് വിളിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാലളക്കം ഉണ്ടാവാറുമുണ്ട്. ഞാൻ പറയുന്നു, ഒരു ഹാലളക്കവും വേണ്ട. ഒരു സ്ത്രീയെ നോക്കിയിട്ട് നീ മേത്തച്ചിയാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്ക്. ഖുർആനിന്റെ കണ്ടന്റാ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. അൻസുമുൽ അഅ്ലഊൻ, നീയാണ് മേൽത്തരക്കാരൻ, നീയാണ് മേൽത്തരക്കാരി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആധിപത്യം നിന്റെ കയ്യിലാണ്. ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നണ്ട ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കാനുള്ള പ്രസംഗമാണെന്നൊന്നും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റെ എല്ലാം കൊണ്ടുവയ്ക്കുന്നത് പല ഇസ്ലാമിക കേന്ദ്രങ്ങളിലുമാണല്ലോ സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും ചിന്തിക്കണ്ട. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെല്ലാം ആസ്വദിക്കാനും എല്ലാ നിലയിലുള്ള ഔന്നത്യവും അള്ളാഹു കൊടുത്തത് ഈ ഉമ്മത്ത് മുഹമ്മദിനാണ്. അതുകൊണ്ടാണ് ഒരു ഖിബില മാറ്റത്തിലൂടെ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രിയപ്പെട്ട സഹാബത്തിനും അള്ളാഹു ഭൂമിയിലെ ആധിപത്യം ബനൂ ഇസ്രയേലിൽ നിന്ന് പിടിച്ച് ഉമ്മത്ത് മുഹമ്മദിന് നൽകിയത്. അന്ന് ഒരു നമസ്കാരത്തിൽ ഇങ്ങനെ ഒരു ഖിബില മാറ്റം നടക്കുമ്പോൾ ആ പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കാളിയായ ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ ഈ വിവരം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ആ സമയത്ത് മറ്റു പള്ളികളിലൊക്കെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കിബിലമാറ്റം നേരിട്ട് അറിഞ്ഞ സഹാബാക്കൾ പോകുന്ന വഴിയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളോട് പള്ളിയുടെ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, കിബിലമാറ്റം സംഭവിച്ചിരിക്കുക. നിങ്ങൾ കരിമ്പടം പുതച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിലേക്ക് നെഞ്ചുകൾ തിരിക്കൂ. അവർ ആരാണ് ഈ വിളിച്ചു പറയുന്നതെന്നോ, ഇത് സത്യമാണെന്നോ, ഇത് അല്ലെങ്കിൽ മിഥ്യയാണെന്നോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്നോ ഒന്നും അവരന്വേഷിച്ചില്ല. ആ നിസ്കാരത്തിൽ തന്നെ അവരും തിരിഞ്ഞു നേരെ പരിശുദ്ധ കഅബയിലേക്ക്. ഇന്നാണെങ്കിലോ പറഞ്ഞത് ആരാന്ന് നോക്കും, അവനേത് സംഘടനക്കാരനാണെന്ന് നോക്കും, അവൻ്റെ ഇന്നലകളിലുള്ള ചരിത്രം നോക്കും. കാരണം കൊല്ലം കഴിയുന്തോറും തഖ്വയും സത്യസന്ധതയും ഈമാനും ഇഖ്ലാസും ഒക്കെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ആര് പറഞ്ഞു എന്ന് പോലും നോക്കാതെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നെഞ്ചു കൊടുത്ത് നമസ്കരിക്കാൻ ഒരു സമൂഹം അങ്ങ് തയ്യാറാകുമ്പോൾ, സഹോദരങ്ങളെ, ഭൂമിയിലെ ആധിപത്യം അല്ലാഹു തന്നത്, ഈ ഭൂമിയിലെ ഔന്നത്യം അല്ലാഹു ബനൂ ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് ഈ ഉമ്മത്ത് മുഹമ്മദിന് വാങ്ങി നൽകുമ്പോൾ ഈ ലോകത്താർക്കാണ് അന്തസ്സെന്നറിയോ പ്രിയപ്പെട്ട ഉമ്മ? അല്ലാഹ് പറഞ്ഞത് എന്താണ്? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ്, അവന്റെ പ്രിയപ്പെട്ട ദൂതർക്കാണ്, അല്ലാഹുവിനെയും പ്രവാചകരെയും വിശ്വസിക്കുന്നവർക്കാണ് ആഭിജാത്യമുള്ളത്, അന്തസ്സുള്ളത് അവർക്കാണ്.
ഇസ്സത്തുള്ളത് അവർക്കാണ്. സഹോദരങ്ങളെ, അന്തസ്സും ആഭിജാത്യവും ആർക്കാണ് എന്ന് ഖുർആൻ വളരെ സ്പഷ്ടമായി പരിചയപ്പെടുത്തുമ്പോ ഈ ദുനിയാവിലെ ആധിപത്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ കയ്യിൽ കൊടുത്തു. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആഖിറത്തിലേക്കാണ്. സഹോദരങ്ങളെ, ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പ് തറ താപം കൊണ്ട് മറയ്ക്കുന്ന മഹിശറ വനസഭയിൽ എല്ലാ ജനവിഭാഗവും ഒരുമിച്ച് കൂടുകയാ. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനിക്കുന്നത് വരെയുള്ള സകല മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന മഹിശറ വനസഭ. അവിടെ കോടതിയിൽ ജഡ്ജിയായിട്ട് പടച്ചതമ്പുരാന് മാത്രമാണ്. അന്ന് പടച്ചതമ്പുരാനാണ് ജഡ്ജി, ഏക ജഡ്ജി അല്ലാഹു ആണ്. സഹോദരങ്ങളെ, വക്കീലുമാരില്ല വക്കാലത്തൊപ്പിട്ട് വാങ്ങാൻ. സഹോദരാവാദികളും പ്രതികളും സാക്ഷികളും നാളെ പരലോകത്ത് സജീവമാണ്. ആരും ആരെയും സഹായിക്കാനില്ല. ആ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോ കാത് തുറന്നൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ, നന്നായിട്ട് നെഞ്ച് ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എല്ലാവരെയും അല്ലാഹു പരലോകത്തൊരുമിച്ച് കൂട്ടുകയാണ്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം അടക്കമുള്ള കഴിഞ്ഞുപോയ പ്രിയപ്പെട്ട പ്രവാചകന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ജനതയോട് പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രവാചകന്മാരെ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ? എന്നെ പറ്റി നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, 950 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ശൈഖുൽ അംബിയാ രാവ് പകലും അതുപോലെ കമ്പോളങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും പള്ളികളിലും അതുപോലെ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ചെന്നിട്ട് പ്രസംഗിച്ചതാണ് നൂഹ് നബി അലൈഹിസ്സലാം. അവസാന നൂഹ് നബിയുടെ പ്രബോധനത്തിൽ മടുപ്പ് തോന്നിയ ജനങ്ങള് 2 വിരലുകള് കാതുകളിലേക്ക് തിരികെ വെച്ചിട്ട് ഓടി വിളിക്കാൻ തുടങ്ങിയെന്നല്ലേ ചരിത്രം പറയുന്നത്. ആ നിലയിൽ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം പൂർത്തീകരിച്ചപ്പോൾ, ഈസാ പ്രവാചകൻ പൂർത്തീകരിച്ചപ്പോൾ, മൂസാ പ്രവാചകൻ പൂർത്തീകരിച്ചപ്പോൾ, എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉത്തരവാദിത്വത്തിൽ കളങ്കമില്ലാതെ അവരുടെ ബാധ്യതകൾ നിറവേറ്റിയപ്പോൾ ഈ ജനങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു: ഇല്ല അല്ലാ, പടച്ചവനെ, നൂഹ് ഞങ്ങളോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നിന്നെപ്പറ്റി ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല, ഈസായും മൂസായും ഞങ്ങളോട് നിന്നെപ്പറ്റി പ്രസംഗിച്ചിട്ടില്ല. ഏകനായ റബ്ബിനെ സുജൂദ് ചെയ്യണമെന്ന്, 33 കോടി ദൈവങ്ങളെ പൂജിക്കാൻ പാടില്ലെന്ന്, കല്ല് മുതൽ കാഞ്ഞിര കുറ്റി വരെ, മുള്ളു മുതൽ മുരട് മുതൽ മൂർക്കം പാമ്പ് വരെ ആരെയും ആരാധിക്കരുത്, മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കരുത് എന്ന് അല്ലാഹുവേ പടച്ചവനെ ഇവരാരും ഞങ്ങളോട് പ്രസംഗിച്ചിരുന്നില്ല, ദഅവത്ത് ചെയ്തിട്ടില്ല. ആ സമയത്ത് പ്രവാചകന്മാരെ അല്ലാഹു ഹാജരാക്കുകയാ. സഹോദരിമാരെ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ സ്പഷ്ടമായി പറഞ്ഞ കാര്യമാണ്. അൽ ബഖറ 143-ാമത്തെ വചനത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സമയത്ത് പ്രവാചകന്മാരെ ഹാജരാക്കിയിട്ട് ആ പ്രവാചകന്മാരോട് ചോദിക്കുന്നു: ശരിയാണോ, നിങ്ങൾ എന്നെ പറ്റി പ്രസംഗിച്ചില്ലായിരുന്നോ? നിങ്ങൾ എന്നെ പറ്റി കേട്ട് ദഅവത്ത് നടത്തിയില്ലായിരുന്നോ? ആ സമയത്ത് പ്രവാചകന്മാർ സത്യം ചെയ്തിട്ട് പറയുന്നു: പടച്ചവനെ, ഞങ്ങൾ പ്രബോധനം നടത്തി, ഞങ്ങൾ ഒരുപാട് പ്രസംഗിച്ചവരാ, ഞങ്ങൾ ദഅവത്ത് നടത്തിയവരാ, പക്ഷേ ഇവർ അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് വീണ്ടും അവരോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായികളോട് ചോദിക്കുകയാണ്: നിങ്ങൾ ഈ പ്രവാചകന്മാര് പറയുന്നത് സത്യമാണോ? നിങ്ങളോട് ഇവർ എന്നെ പറ്റി പ്രസംഗിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പടച്ചവനെ, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് നിന്നെപ്പറ്റി അറിയില്ലായിരുന്നു എന്ന് പച്ചക്കള്ള ആ പരലോകത്ത് കോടതിയിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരോട് പടച്ചതമ്പുരാൻ ചോദിക്കുകയാ: നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷികളുണ്ടോ? ഇത് കോടതിയാണ്, സാക്ഷികൾ വേണം. നിങ്ങൾ ദഅവത്ത് നടത്തി എന്നതിന് സാക്ഷികളുണ്ടോ? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, സാക്ഷികളെ കൊണ്ടുവരികയാ. ആരാ സാക്ഷികളെന്നറിയോ? ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിലെ എറണാകുളം ജില്ലയിലെ രണ്ടാർക്കരയിലും നിങ്ങളെ അല്ലാഹു ഹാജരാക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പനവൂരിൽ
മുമ്പിലുള്ള എന്നെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആരൊക്കെ ഹാജരാക്കുന്നു? ഈസാ നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, മൂസാ നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, ഇബ്രാഹിം നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ, നോഹ് നബിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയാ. ആരാ പെങ്ങളെ നമ്മള്? ആരാ നമ്മള്? നമുക്ക് അല്ലാഹു തന്ന പവർ തിരിച്ചറിയാത്തവരല്ലേ നമ്മള്? ആ സമയത്ത് നമ്മളെ ഹാജരാക്കിയിട്ട് നമ്മളോട് ചോദിക്കുന്നു, ശരിയാണോ നോഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ പ്രവാചകനും ഈസാ നബിയോ അവരുടെ ഉമ്മത്തുകളോട് പ്രസംഗിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും മറുപടി പറയും, പടച്ച റബ്ബേ പ്രസംഗിച്ചിട്ടുണ്ട്, അവര് ദൈവത്ത് നടത്തിയിട്ടുണ്ട്, അവർ അല്ലാഹുവേ നിന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അതാ പടച്ച തമ്പുരാൻ ഈ അനുയായികളോട് ചോദിക്കുന്നു, കണ്ടോ സാക്ഷികളുണ്ട്, സാക്ഷികള്. ആ സമയത്ത് നൂഹ് നബി മുതലുള്ള പ്രവാചകന്മാരുടെ അനുയായികൾ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ ഞങ്ങൾ ഭൂമി ലോകത്ത് പോയി ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്നിട്ട് എത്ര സഹസ്രാബ്ദം കഴിഞ്ഞിട്ടാ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പടച്ചവനെ ഇവര് ഭൂമിയിൽ ഉദയം ചെയ്തത്. നൂഹ് നബിയുടെ ജനത പറയുകയാ, സഹസ്രാബ്ദങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് പടച്ചവനെ ഞങ്ങൾ മരിച്ച് മണ്ണോട് ചേർന്ന് പോയിട്ട് എത്രയോ ആയിരത്താണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉമ്മത്ത് മുഹമ്മദ് ഭൂമിയിൽ ഉദയം ചെയ്തത്. പിന്നെങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രസംഗിച്ചു എന്നവർ സാക്ഷി നിൽക്കുന്നത്? അല്ലാഹു ഉടനെ നമ്മളോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ കളവ് പറഞ്ഞവരാണോ? നിങ്ങൾ കള്ളം പറഞ്ഞവരാണോ? നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പ്രവാചകന്മാര് ദഅവത്ത് നടത്തിയെന്ന് സാക്ഷി നിന്നവരല്ലേ? ചോദിക്കട്ടെ, നിങ്ങൾ ഭൂമിയിൽ പോകുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പല്ലേ ഈസാ നബിയും മൂസാ നബിയും സാലിഹ് നബിയും ഹൂദ് നബിയും ഇബ്രാഹിം നബിയും നോഹ് നബിയോ സക്കരിയ നബിയും ശുഐബ് നബിയും യൂസുഫ് നബിയും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞത്? പിന്നെങ്ങനെ നിങ്ങൾ സാക്ഷിയായി? പിന്നെ നിങ്ങളെങ്ങനെ സാക്ഷിയായി? ആ സമയത്ത് സഹോദരങ്ങളെ, നമ്മളാണ് അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായവർ, നമ്മളാണ് ശ്രദ്ധേയമായവർ. ആ സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രണ്ടാർക്കരയിലെ ഈ അനുഗ്രഹീത സദസ്സിൽ വന്ന എന്റെ സഹോദരിമാര് അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പടച്ചവന്റെ മുമ്പിൽ പറയുന്നൊരു വാക്കുണ്ട്. എന്റെ പുരുഷന്മാരായി കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും അള്ളാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? പടച്ചവനെ, ഈ പ്രവാചകന്മാര് ഇവരോട് പ്രസംഗിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷിയാണ്. അല്ല ചോദിക്കുന്നു, ശരി, ഞാൻ പ്രവാചകന്മാരെ വെറുതെ വിട്ടേക്കാം, പക്ഷേ ചോദിക്കട്ടെ, അവര് മരിച്ചിട്ടല്ലേ നിങ്ങൾ, അതും 1000 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഭൂമിയിൽ പോയത്? പിന്നെങ്ങനാണ് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അർസൽത ഇലൈനാ റസൂല, അള്ളാഹുവേ നീ ഞങ്ങൾക്കൊരു ദൂതനയച്ചില്ലായിരുന്നോ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, അർസൽത ഇലൈനാ റസൂല, ഒരു ദൂതനെ ഞങ്ങൾക്ക് അയച്ചില്ലായിരുന്നോ? അല്ല പറയും, അതെ. അൻസൽത ഇലൈനാ കിതാബ, ഞങ്ങൾക്കൊരു ഗ്രന്ഥം നീ തന്നില്ലായിരുന്നോ? ഖുർആൻ, അതെ. അഖ്ബർതനാ ഫീഹി അന്നർ റുസുല ബിതബ്ലീഗിർ റുസുലി, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് എത്ര സ്ഥലത്താ പടച്ചോനെ നീ പറഞ്ഞത് നൂഹ് നബി ദഅവത്ത് ചെയ്തു എന്ന്, ഇബ്രാഹിം നബി ദഅവത്ത് ചെയ്തു എന്ന്, മൂസാ നബി ദഅവത്ത് ചെയ്തു എന്ന്? ഒരിക്കലും ഒരു പ്രവാചകന്മാരും അവരുടെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് നിന്റെ ഖുർആൻ, നീ ഇറക്കിയ ഖുർആൻ, നീ അയച്ച ദൂതൻ ഞങ്ങളെ പഠിപ്പിച്ചു തമ്പുരാനെ. അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷി നിൽക്കുന്നത്. ആ സമയത്ത് ഹാജരാക്കുന്നു ആരെ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഹാജരാക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, നമ്മളാണ് താരം, നമ്മളാണ് താരം. മൂസ പ്രവാചകന് വേണ്ടി വാദിക്കുന്ന സാക്ഷികൾ നമ്മളാണ്. അത്രയും ക്വാളിറ്റി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഇനിയും നമ്മൾ അശ്രദ്ധയുടെ മൂടുപടം അണിഞ്ഞിട്ട് മൂടി പുതച്ച് നിദ്രയിലാണ്. അതിനെ വലിച്ചെറിഞ്ഞിട്ട്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയാകാനുള്ള ഭാഗ്യം കിട്ടിയതിൽ അഭിമാന പുളകിതരായിക്കൊണ്ട് സ്വന്തമായി നാളെ പടച്ചവന്റെ മുമ്പിൽ നിന്നിട്ട് മുത്തുനബിയുടെ അനുയായിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് കഴിഞ്ഞുപോയ പുണ്യ പ്രവാചകന്മാർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാക്ഷികളായി നമുക്ക് മാറാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടെന്ന തിരിച്ചറിവിൽ ഇന്നത്തെ രാത്രി മുതൽ ജീവിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ.